ബോസ് ലൈവ് അപ്ഡേറ്റ്. നമ്മുടെ ബിഗ് ബോസിനകത്ത് ലൈവിൽ ഇപ്പം അനുമോളും ലക്ഷ്മിയുടെ ആ ഊഞ്ഞാലിൽ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനീഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അനീഷ് ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ലക്ഷ്മി വന്ന ഉടനെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം ഇവിടെ നടന്നതൊക്കെ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥതയോടാണോ നടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അനുമോളുടെ വിഷയം സഹിതം ചോദിക്കുന്നുണ്ട്. അന്നേരം ആ അനീഷ് പറഞ്ഞത് ആത്മാർത്ഥതയോടൊക്കെ തന്നെയാണ് താൻ ചെയ്തിരിക്കുന്നതെന്നും അനീഷ് പറയുന്നുണ്ട്. അനുമോളോട് പിന്നെ ലക്ഷ്മി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കൂടുതൽ പ്രതീക്ഷ അദ്ദേഹത്തിന് കൊടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നേ ഇല്ല, അങ്ങനൊന്നും ഇല്ല, ഞാൻ അത് മനസ്സിലാക്കി അദ്ദേഹവുമായിട്ട് സംസാരിച്ച് എല്ലാം കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ജസ്റ്റ് ഫുഡ് അടുക്കളയിൽ നിൽക്കാന്ന്, ഫുഡ് റെഡിയായോ ചേട്ടാ, പാത്രം കഴുകണോ, ചോറ് റെഡിയായോ എന്നൊക്കെ ചോദിക്കാം, അത്രേ ചെയ്യത്തുള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അനുമോള് പറയുന്നു, പുള്ളിയെ കുറിച്ച് കൂടുതൽ അറിയണം, ഇനി പുറത്തിറങ്ങണം. എനിക്ക് ഇപ്പം പുള്ളിയെ കുറിച്ച് ഒരു കാര്യവും മനസ്സിലാക്കുന്നില്ല. പണ്ടത്തെ കണക്കല്ല, പുള്ളി എല്ലാവരുമായിട്ട് ഇപ്പം വർത്തമാനം പറയുന്നുണ്ട്, എല്ലാവരുടെയും കൂടെ പോയി ഇരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിയെ അപ്പം ടോട്ടലി എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പുള്ളിയെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ, പുറത്തിറങ്ങണമെന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിയും പറയുന്നുണ്ട്, ഞാനും കരുതുന്നത് അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ടാസ്കിൽ ബോട്ടിലൊക്കെ വലിച്ചെറിയുന്ന അനീഷിനെ കാണുന്നുണ്ടല്ലോ, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇപ്പൊ അനീഷ് ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പം അനീഷിനൊരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ഒരു മാറ്റം ഉണ്ടായ വ്യക്തി അനീഷാണ് എന്ന് ലക്ഷ്മി പറയുന്നു. അപ്പൊ അനുമോളോട് പറയുന്നുണ്ട്, അങ്ങനെ കൂടുതൽ പ്രതീക്ഷ കൊടുക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ അടുക്കെ സംസാരിക്കാനോ എടുക്കാനോ നിൽക്കാതിരിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് ലക്ഷ്മി അനുമോളോട് പറയുന്നു. അനുമോൾ അന്നേരം സമ്മതിക്കുകയും ചെയ്യുന്നു. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് ഇപ്പം സംസാരിക്കാറില്ല എന്നും അനുമോള് പറയുന്നുണ്ട്.